താങ്ക് യു ടീം സമരട്ടൻ. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ദിവസമായിരുന്നു ഇന്ന്. ഞാൻ നാഗർഭാവി നമ്മുടെ ബാംഗ്ലൂരിൻ്റെ നൈസ് റോഡിൽ നിന്ന് മാഗ്ഡി റോഡ് വഴി ബാംഗ്ലൂരിലേക്കുള്ള റോഡിൽ കയറുമ്പോൾ ഒരു ടാക്സിയുടെ വണ്ടിയുടെ റണ്ണിങ് ട്രാഫിക് ആയിരുന്നു. അതിൽ ജസ്റ്റ് പോയിട്ടൊന്ന് ടച്ച് ചെയ്താണ്. പക്ഷേ നമ്മുടെ വണ്ടി കേരള രജിസ്ട്രേഷൻ ആയതുകൊണ്ട് ഇവർ വലിയ പ്രശ്നം ഉണ്ടാക്കി ആൾക്കാരൊക്കെ കൂടുകയും ഭയങ്കര ഒരു പ്രശ്നമാക്കുകയും ചെയ്തു. ആൾക്കാരെന്ന് വെച്ചാൽ അവരുടെ കൂടെ തന്നെ 4-5 പേരുണ്ടായിരുന്നു. പക്ഷേ എന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു കേസും ഇതൊക്കെ ആയപ്പോൾ നമ്മൾ ആക്ച്വലി സമരട്ടൻ ഗ്രൂപ്പ് ഞാൻ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഒരു ആസ് യൂഷ്വൽ അതങ്ങനെ ഒരു ഡെഡായി കിടക്കുമായിരുന്നു. പക്ഷെ പെട്ടെന്ന് എനിക്ക് മൈൻഡിൽ ഇങ്ങനെ ഓർമ്മ വന്നു ഈ ഗ്രൂപ്പിനെ കുറിച്ചിട്ട്. അപ്പോൾ അവർ നമ്മളെ പിക്ക് ചെയ്തിട്ട് അവർ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ഫുള്ള് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ അതൊക്കെ വെച്ചിട്ട് അവരൊരു ഒരു 50,000 രൂപയുടെ കോട്ട അവരിട്ടു. ശരിക്കും പറഞ്ഞാൽ ഒരു 3,000 രൂപയുടെ 4,000 രൂപയുടെ വർക്ക് പോലും അതിൻ്റെ അകത്തില്ല. സ്റ്റിൽ അവർ ഈ 50,000 രൂപ കോട്ട് ഇട്ടിട്ട് എനിക്ക് പൈസ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം, അതൊന്നും അവർ പോസിബിൾ അല്ല. അവർ പറഞ്ഞു പോലീസിനെ വിളിക്കണം, നിങ്ങൾ പൈസ കൊടുക്കണം, അതങ്ങനെ കൊടുക്കണം. പിന്നെ അവരൊരു കയ്യാങ്കളിയിലേക്ക് എത്തി. അവസാനം ആ ഒരു സ്റ്റേജിലാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ നമ്മുടെ SOS ബട്ടൺ അമർത്തുന്നതും. പിന്നെ പെട്ടെന്ന് തന്നെ സഡൻലി ശരിക്കും പറഞ്ഞാൽ ഒരു 2 മിനിറ്റ്സിൽ നമ്മൾ ആ ഒരു അഡ്മിനായിട്ട് ആൾ വിളിച്ചു, കാര്യങ്ങൾ അന്വേഷിച്ചു. പിന്നെ ഫർദറായിട്ട് അവർ മറ്റുള്ളവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ പറയുകയും അവിടെ നിന്ന് എനിക്ക് നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ പാരിഷിൽ നടക്കം കോൾ വരികയും പിന്നെ അതുപോലെ തന്നെ ആ സ്വർഗറാണി ചർച്ചിലുള്ള ഒരു 2 പേര് കണക്ട് ചെയ്ത് പെട്ടെന്ന് അവർ 3-4 പേര് വിളിച്ചു. പാരലി അവരെന്താ അവിടെ ജോമോനച്ചൻ സ്പെഷ്യലി നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് അവിടെ 2 പേരെ പറഞ്ഞു വെച്ചു. ഞാൻ നല്ല തിരക്കിലായിരുന്നു മറ്റുള്ള കോള് വരുന്ന കാരണം. സ്റ്റിൽ അവർ വന്ന് പെട്ടെന്ന് തന്നെ ജസ്റ്റിനും ചേട്ടനും പിന്നെ വേറെ ഒരു ചേട്ടനോട് പേര് ഞാൻ മറന്നുപോയി, സോറി. അവർ 2 പേരും വന്നിട്ട് നമ്മളോട് നല്ല കന്നഡയിൽ സംസാരിക്കാനും എല്ലാത്തിനും കൂടി നല്ലൊരു എന്താ പറയുക, നമ്മൾ ഒന്നും അല്ലാതിരുന്നൊരു സ്ഥലത്ത് നമ്മൾ എന്തൊക്കെയാക്കി നമ്മുടെ ആ പ്രശ്നങ്ങൾക്കൊന്ന് റിസോൾവ് ചെയ്ത് അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ജോമനച്ചൻ തന്നെ കണക്ട് ചെയ്ത് തന്ന നമ്മുടെ ഒരു ഐസക്കേട്ടനും കോണ്ടാക്ട് ചെയ്ത് പോലീസിനെ ഇൻഫോം ചെയ്ത് പെട്ടെന്ന് ട്രാഫിക്കിൽ നിന്നും അതുപോലെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾ വന്ന് നമ്മുടെ എൻക്വയറി എടുത്ത് കാര്യങ്ങളൊക്കെ ശരിക്കും പഠിച്ച് അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ അതിനെ ഫുള്ള് ക്ലിയർ ചെയ്ത് നമ്മളെ ന്യൂട്രലായി ആക്കി വിട്ടു. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഉപകാരമാണ് ഈ ഒരു ആപ്പ്. എൻ്റെ ഒരു കൺസെപ്റ്റ്, എൻ്റെ ഇന്നത്തെ ഒരു അനുഭവത്തിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും ആകില്ല എന്ന് വിചാരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടി നമുക്ക് ഒത്തിരി സപ്പോർട്ട് തരുന്ന ഒരു ആപ്പാണത്. അപ്പോൾ ആപ്പെന്ന് വെച്ചാൽ നല്ലൊരു പോസിറ്റീവ് മെൻറ്റാലിറ്റി നോക്കുകയാണെങ്കിൽ അതൊരു എന്താ പറയുക, നമുക്കൊരു ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല. അതുപോലെ ഐസക് സാറാണെങ്കിലും ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ട് പോൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ പിന്നിൽ 100 പേരുണ്ട്. നമ്മുടെ അനിലച്ചനാണേലും പിന്നെ അതുപോലെ ജോമോനച്ചനാണേലും എല്ലാവരും ഒത്തിരി സപ്പോർട്ടായിട്ട് നമ്മുടെ ഒരു കുടുംബാംഗത്തെ പോലെ നമ്മളെ കെയർ ചെയ്യാനും എന്താ പറയുക, അതിൻ്റെ അകത്തൊരു എന്താ പറയുക, ഒരു ബെനിഫിറ്റ് നോക്കാണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളായിട്ട് നോക്കാൻ ഒരു ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഒത്തിരി താങ്ക്സ് ആണ്. ഞാനിപ്പോൾ വീട്ടിലെത്തി, സേഫാണ്, ഒരു കുഴപ്പമില്ല, എല്ലാം ക്ലിയറാക്കി. എന്തോ നമ്മുടെ ഒരു വലിയൊരു ഒരു എന്താ പറയുക, ഒത്തിരി ഒരു സപ്പോർട്ട് കിട്ടി. നമ്മൾ ഈ നാട്ടിലൊന്നും അല്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് എന്തൊക്കെയോ ഒരു റോള് കിട്ടി. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ, മുന്നോട്ട് ജീവിക്കാനൊരു പ്രൊമോഷൻ, അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു. പലർക്കും ഇങ്ങനത്തെ നിറയെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാവരും ഒറ്റയ്ക്കായി പോയിട്ടേ ഉള്ളൂ ഈ പല സന്ദർഭങ്ങളും. ആരും നമ്മുടെ കൂടെ ഉണ്ടാവത്തില്ല. പക്ഷേ ഈ ഒരു കമ്മ്യൂണിറ്റി ഇത് മുന്നോട്ട് കൊണ്ടുവരണം. ഇനിയിപ്പോൾ ഞാനൊരു വളണ്ടിയറായിട്ട് ട്രൈ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ എനിക്കും അതൊരു പ്രൊമോഷനാണ്. എത്രത്തോളം ഈ സിറ്റുവേഷൻ നമ്മൾ ഒറ്റപ്പെടുന്നു അത് മനസ്സിലാക്കി കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു സമൂഹം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് ഫസ്റ്റ്. അപ്പോൾ അതുപോലെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഓടി വരാനും, പ്രത്യേകിച്ച് ഈ ഒരു ഇഷ്യൂ ആണ് നമ്മൾ മെയിനായിട്ട് ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ. കേരള വെഹിക്കിള് അത് കർണാടകയിൽ പോസിബിൾ അല്ല, അവർ അതിനുവേണ്ടി ഒപ്പോസ് ചെയ്യുന്നു, അവർ കർണാടകക്കാർക്ക് വേണ്ടി വാദിക്കുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി 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 ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മൾ ആ ഒരു ഇഷ്യൂവിൽ ഇറങ്ങുമ്പോൾ മേ ബി ഇറങ്ങിയവർക്കറിയാം, ഈ ഫേസ് ചെയ്തവർക്കറിയാം ഇതിൻ്റെ അകത്ത് വിഷയങ്ങൾ. അപ്പോൾ അതിലൊക്കെ ഒത്തിരി നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു ഗ്രൂപ്പ് വഴി. ഒത്തിരി ഹോൾഡായിട്ടുള്ള ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ട്, ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല, ജസ്റ്റ് ഒരു നെയിം സേക്കിനുള്ളൊരു പ്രോഗ്രാം അല്ല ഇത്. അത് മനസ്സിലാക്കുക. ഒത്തിരി ആൾക്കാർ ഇതിൻ്റെ അകത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അത് മനസ്സിലാക്കി നിൽക്കുക. ഓക്കെ, എനിവേ താങ്ക്സ് അച്ഛാ. എല്ലച്ചൻ ടീം, നമ്മുടെ ഇടവകയിൽ സനോജ് ചേട്ടനും ജോവിൻ ചേട്ടനും ബിജു ചേട്ടനും പിന്നെ അതുപോലെ ജോഷ് ചേട്ടനൊക്കെ ഒത്തിരി പേര് വിളിക്കുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പോലീസാണെങ്കിൽ തന്നെ അവരുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ലൊക്കേഷൻ അവർ തന്നെ ട്രേസ് ചെയ്തെടുക്കുന്നു. അതുപോലെ നമ്മുടെ അഡ്മിൻ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എവിടെയാണ്, നമ്മളൊന്നും ഇൻഫർമേഷൻ ജസ്റ്റ് ഓക്കെ ആണോ, ഈസ് ഇറ്റ് റിക്വയർഡ് ഓർ നോട്ട്, അത് മാത്രം നമ്മൾ ഷെയർ ചെയ്താൽ മതി. ബാലൻസ് എല്ലാം അവർ കോർഡിനേറ്റ് ചെയ്ത് ഒരു ഫുൾ ടീമിൻ്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫീലിംഗ് തോന്നി. എല്ലാവരും വർക്കിംഗ് ആണ്. സ്റ്റിൽ ആ ഒരു മൊമെൻറ്റിൽ അവരെല്ലാവരും നമുക്ക് വേണ്ടി, ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു വിക്ടിമിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഇത് തോന്നി. നമുക്ക് ഒരു കോൺഫിഡൻസ് തോന്നും. അതൊരു വലിയൊരു ഒരു സമാധാനവും
ഇതൊക്കെ നമുക്ക് തരും ആ സമയത്ത്. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഇത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും അതുപോലെ ഹെൽപ്പ് ചെയ്യാനും ആ ഒരു മെൻറ്റാലിറ്റി എല്ലാവരും കാണിക്കുക. ഒത്തിരി താങ്ക്സ്. എനിവേ ഇതൊക്കെ നമ്മളിതിൽ ഒരുമിച്ച് കൂട്ടി ദൈവത്തിന് ഒത്തിരി നന്ദി. ഇങ്ങനെ ഒറ്റപ്പെട്ട അവസരങ്ങളിൽ നമ്മളെ സഹായിച്ചതിനും ഇതിനൊക്കെ ദൈവത്തിന് ഒരുമിച്ച് കൂടാൻ ഇതിൻ്റെ ഐഡിയക്ക് ഒരു പിന്നിലുണ്ടായിരുന്ന ഒരാൾക്കാർക്ക് ഒത്തിരി നന്ദിയുണ്ട്. നന്ദിയുടെ താങ്ക്സ്. താങ്ക് ഗോഡ്.